ആദ്യാക്ഷരം അന്നോതി അച്ഛനും ഒന്നായി വാണൊരു പുണ്യമി വീട്, ഒന്നായി തീർന്നൊരു നന്മ വീട്. തൊടിയും കിണറും തെച്ചിപ്പൂവും വയലും കുളവും തുളസിത്തറയും കിളികളൊരുക്കിയ ഒരു ചെറുകൂടും എല്ലാം ചേർന്നൊരു പുണ്യമി വീട്. ഈ സാംബ സദാ ശിവഗൗരി സാമഗാനമയീ ശർക്കര വച്ച മഹാമൺകുടമൊരു ശ്രീലകമാക്കിയ മായേ ഭവാനിയായി ഭവനാശിനിയായി തിരുവിൽവ മംഗലമൻപൊടു കണ്ടു നമിച്ചു ഭജിച്ചവളെ അമ്മേ ശാർക്കരവാസിനി ദേവി ചന്ദ്രകലാധരിയേ. അരികിൽ നീ പ്രിയ സഖി എന്നിലാർദ്ര നിലാവ് പോൽ ചായുന്നുവോ. മഴത്തുള്ളിയാവാമേനി അയ്യോ എന്തൊരു ഒച്ച ഇത്, വല്ല കള്ളന്മാർ കയറിയ കൂടി അറിയത്തില്ല. ശരത്തേട്ടാ, ശരത്തേട്ടാ. ഇവളെന്താ ഇത്ര നേരത്തെ എത്തിയോ? ശരത്തേട്ടാ ഫോൺ. ബാങ്കിലെ മാനേജരാ, വേഗം എടുക്ക്. ഹലോ, ഞാനങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. എൻ്റെ ലോണിൻ്റെ കാര്യം എന്തായി സാർ? ലക്ഷ്മി, നമ്മുടെ ലോൺ സാങ്ഷനായി. അതെയോ? ഈശ്വര, ഇനിയെങ്കിലും വാടക വീട്ടിൽ നിന്ന് മാറാമല്ലോ. ഞാനും പറയാനിരിക്കായിരുന്നു, നമുക്കും വേണ്ടേ സ്വന്തമായിട്ടൊരിടം. ഒക്കെ ശരിയാവോടോ. കമ്പനിയിൽ നിന്ന് കുറച്ചുകൂടി ക്യാഷ് അഡ്വാൻസ് ചോദിക്കാം. അടുത്ത ആഴ്ച പുതിയ പ്രോജക്റ്റ് തുടങ്ങുകയല്ലേ? അതെയോ? കഴിക്കേ. നമുക്ക് ടൗണിൽ നിന്ന് മാറി ഒരു ചെറിയ ഫ്ലാറ്റ് മേടിച്ചാലോ? നാളെ തന്നെ അങ്ങനെ ചെയ്യാം. ഫ്ലാറ്റിലേക്കൊന്നും ഞാനില്ല, നമുക്ക് വീട് മതി. ഒരു പുഴയുടെ തീരത്ത് നല്ല മണ്ണും മരങ്ങളും പൂന്തോട്ടവും തുളസിത്തറയും ഒക്കെയുള്ളൊരു വീട്. അതിന് നടുക്ക് നമ്മളും. അതാണ് എന്റെ സ്വപ്നം. ഇത്രയും മതിയോ? പറയാൻ എന്തെളുപ്പം. ഇതൊക്കെ എവിടെ നടക്കും, എങ്ങനെ നടക്കും? ഇന്നത്തെ കാലത്ത് ഒരു വീട് പണി എന്നൊക്കെ പറഞ്ഞാലേ ചില്ലറ കാര്യമാണോ? എല്ലാത്തിനും നമ്മൾ കൂടെ നിൽക്കണം. പിന്നല്ലാതെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടണം. ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ. അതും ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടി. ഇത്തിരി ബുദ്ധിമുട്ടണം, മടിയൻ. ഓ, സാറ് പറഞ്ഞ പിന്നെ അപ്പീലില്ലല്ലോ. ദൈവാനുഗ്രഹം കൊണ്ടേ ഒക്കെ നടക്കും. എത്തിയോ? ശരത്തേട്ടാ, ഈ മാഗസിൻ നോക്കി. ദേ നോക്കി, പുതുതായിട്ട് വീട് വെക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിലുള്ളത്. അതിൽ പറയുന്നത് സ്ഥലം വാങ്ങുമ്പോൾ പോലും പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണമെന്നാ. ദേവഭൂമി, അസുരഭൂമി എന്നൊക്കെ ഉണ്ടത്രേ. ഈ അസുരഭൂമി വീട് വെച്ചാ നമ്മുടെ മനസമാധാനവും സന്തോഷവും എല്ലാം നഷ്ടപ്പെടുമെന്നാ അതിൽ പറയുന്നത്. ഈ ദേവഭൂമി, അസുരഭൂമി എന്നിങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നല്ലാതെ അങ്ങനെയൊക്കെയുണ്ട്. അമ്മയുടെ വീടില്ലേ പറവൂർ മന്നത്ത്, അതിന്റെ അടുത്തൊരു ജ്യോതിഷിയുണ്ട്. ജ്യേഷ്ഠം വാര്യരോ എന്നോ മറ്റോ ആണ് പേര്. നമുക്ക് അദ്ദേഹത്തെ പോയി കണ്ടാലോ? നമ്മുടെ ജാതകം കൊണ്ടുപോവാ. എന്നാ ഈ ഞായറാഴ്ച തന്നെ നമുക്ക് മന്നത്തേക്ക് പോയാലോ? ഓക്കേ. यजामहे सुगन्धिं
ഞാൻ ശരത്, ഇതെൻ്റെ ഭാര്യ ലക്ഷ്മി. ഞങ്ങളിവിടെ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുകയാണ്. ഞങ്ങൾക്ക് സ്വന്തമായൊരു വീട് വാങ്ങണമെന്നുണ്ട്. നന്നായി. പുതിയ വീട് വാങ്ങാലോ. പുതിയ വീട് വാങ്ങാനാണോ അതോ പണിയാനാണോ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾക്ക് സ്വന്തമായ ഒരു ഭൂമിയില്ല സാർ. എനിക്കൊരു ഫ്ലാറ്റിനോടാണ് താല്പര്യം. ഇവൾക്ക് വീട് മതി. പുതുതായി സ്ഥലം വാങ്ങി വീട് പണിയുന്നതാണ് ഞങ്ങളുടെ ഉത്തമം. റെഡിമെയ്ഡായിട്ട് വീട് വാങ്ങുന്ന സമയത്ത് അതിന് ധാരാളം പരിമിതികളുണ്ട്. പ്രധാനമായിട്ട് ഇപ്പോൾ നിങ്ങളിപ്പോൾ എന്തായാലും വാസ്തുശാസ്ത്രപ്രകാരമുള്ള വീടുകളാണ് പണിയാൻ ഉദ്ദേശിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നാൽ അത് അത്തരത്തിലുള്ള വീടുകൾ വാസ്തുശാസ്ത്ര നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വീട് പണിയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള നിയമങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ട് സംരക്ഷിച്ചുകൊണ്ട് ആ വാസ്തുശാസ്ത്ര നിയമപ്രകാരം വീട് പണിയാൻ ഏറ്റവും നല്ലത് സ്വന്തമായിട്ട് ഭൂമി വാങ്ങി അവിടെ ഒരു വീട് പണിയുന്നതാണ്. കാരണം റെഡിമെയ്ഡായിട്ട് പുതുതായിട്ട് പണിത വീടുകൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് അതിൽ വളരെയധികം പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. വാസ്തുശാസ്ത്ര നിയമങ്ങളെല്ലാം പാലിച്ചിട്ടാണോ വീട് പണിതിരിക്കുന്നത്, ഭൂമി പൂർണ്ണമായിട്ടും നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഭൂമിയാണോ, അതുപോലെ തന്നെ കെട്ടിടത്തിന്റെ ആ പണിതിരിക്കുന്ന ഭൂമിയിൽ എന്തെങ്കിലും ചൈതന്യങ്ങൾ നിലനിൽക്കുന്നുണ്ടോ, വല്ല സർപ്പക്കാവുകളോ മറ്റോ വന്നിട്ട് അതിന്റെ അവശിഷ്ടമായിട്ടുള്ള ഭൂമിയിലാണോ അത് പണിതിരിക്കുന്നത്, ഇതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമേ റെഡിമെയ്ഡ് ആയിട്ടുള്ള വീടുകൾ വാങ്ങാൻ സാധിക്കൂ. ഒരു പരിധി വരെ വില്ലകളെ സംബന്ധിച്ച് ഫ്ലാറ്റുകളെ സംബന്ധിച്ചിടത്തോളം വില്ലകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് അവസ്ഥ. കാരണം ഫ്ലാറ്റുകളും ഒക്കെ പണിയുന്ന സമയത്ത് പൂർണ്ണമായിട്ട് അതിന്റെ നിയമങ്ങൾ പരിപാലിച്ച് ഫ്ലാറ്റുകൾ പണിയുന്നവർ വളരെ കുറവാണ്. അതുകൊണ്ട് വാസ്തുശാസ്ത്ര നിയമമൊക്കെ എല്ലാ പൂർണ്ണമായിട്ട് പാലിച്ചിട്ടാണ് ഫ്ലാറ്റുകൾ പണിതിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ സാധിക്കില്ല. അതേസമയത്ത് നമുക്ക് പുതിയതായിട്ടുള്ള ഒരു ഭൂമിയിൽ വീട് പണി, നമ്മുടെ സ്വന്തം ഭൂമി നമ്മൾ പരിശോധിച്ച് ആ ഭൂമി വാസയോഗ്യമാണെന്ന് കണ്ട് ഒക്കെ ചെയ്തതിന് ശേഷം വീട് പണിയുന്നത് എല്ലാം കൊണ്ട് ഉത്തമമായിരിക്കും. അത് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. വാസ്തുശാസ്ത്ര പ്രകാരം ഉള്ള നിയമങ്ങൾ പരിപാലിച്ചുകൊണ്ട് ഒരു പരിധി വരെ പരിപാലിച്ചുകൊണ്ട് ഫ്ലാറ്റുകൾ പണിയുന്ന ആൾക്കാരുണ്ട്, അങ്ങനെയുള്ള ഫ്ലാറ്റുകളും ഉണ്ട്. അത് ആ നിയമങ്ങളൊക്കെ അതിന് സാധിക്കാവുന്നത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പണിയുന്ന ഫ്ലാറ്റുകളുണ്ട്. പക്ഷെ പലപ്പോഴും പലരും അങ്ങനെ ഒരു ആ ദൃഷ്ടിയിൽ ചെയ്യാറില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ ആ ഫ്ലാറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാറുണ്ട്. ഇപ്പോ അതുകൊണ്ട് തന്നെ എല്ലാ ഫ്ലാറ്റുകളും മേടിക്കുമ്പോഴും നമുക്ക് ഉറപ്പായിട്ട് ഇതെല്ലാം നിയമം പാലിച്ചിട്ടാണ് ചെയ്തതെന്ന് ഉറപ്പുവരുത്താൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഫ്ലാറ്റുകളുടെ കാര്യത്തില് നമുക്ക് 100% എല്ലാ കാര്യത്തിലും ഗ്യാരണ്ടി ഇല്ല. ഫ്ലാറ്റുകൾ ഇങ്ങനെ ബിസിനസ് തന്ത്രത്തോടു കൂടി പണിയുന്ന വില്ലകളൊക്കെ സംബന്ധിച്ചിടത്തോളം ധാരാളം പോരായ്മകൾ ഈ വാസ്തു നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതെ, അതുപോലെ തന്നെയാണ് പുതിയതായിട്ട് പണിത് വിൽക്കുന്ന വീടുകളെ സംബന്ധിച്ചിടത്തോളം പലരും പണിത് വിൽക്കുന്നു. അതിന്റെ മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വേറെ വിഷയം. പക്ഷെ വാസ്തുശാസ്ത്ര നിയമങ്ങളും പലപ്പോഴും അവർ പരിപാലിക്കാറില്ല. ചിലപ്പോൾ പക്ഷെ ഇതുപോലെ തന്നെ പണ്ട് വല്ല ഭൂമിയിൽ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടായിട്ട് അവിടെ ആ ഭൂമിയാണോ സർപ്പക്കാവിൽ നിന്ന് എടുത്ത് മാറ്റിയതാണോ, അതിൽ വെച്ച് സേവ ഉണ്ടായിരുന്നത്, പൂജകളൊക്കെ ഉണ്ടായിരുന്ന ബിംബങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അത് മാറ്റിയിട്ട് പണിതാണോ, കുറഞ്ഞ വിലയ്ക്ക് എന്തെങ്കിലും സർപ്പക്കുളമോ മറ്റോ നികത്തിയിട്ട് പണിത വീടാണ്, ഇതൊന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെ പണിയുന്ന വീടുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന വീടുകൾ സംബന്ധിച്ച് എനിക്ക് യാതൊരു ഉറപ്പില്ല. പലപ്പോഴും റെഡിമെയ്ഡ് ആയിട്ട് മേടിക്കുന്ന വീടുകളെ സംബന്ധിച്ചുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും വീട് പണിത് വലിയ സാമ്പത്തിക ബാധ്യത വന്നു, പല വർഷങ്ങൾ വന്നു, അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ വീടുകൾ പണിത്. അപ്പൊ അതിന്റെ അർത്ഥം ഒരു വീട് പണിതിട്ട് അവർക്ക് ഐശ്വര്യം ഉണ്ടായത് ധനനഷ്ടമാണ് ഉണ്ടായെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ വീടിനോ ഭൂമിക്കോ കാര്യമായിട്ടുള്ള കുഴപ്പമുണ്ടാകും. സർ, നമുക്ക് കുറച്ച് സ്ഥലം വാങ്ങി അതിലൊരു ചെറിയ വീട് വെക്കാം. എൻ്റെ അമ്മയുടെ വീട് ഇവിടെ പറവൂരിനടുത്തുണ്ട്. നാഗത്തറയും കുളവും ഒക്കെയുള്ള മനോഹരമായൊരു നാലുകെട്ട്. അതുപോലെ ഒരെണ്ണമാ എൻ്റെയും മനസ്സിൽ. തീർച്ചയായിട്ടും വളരെ നന്നായി. അത്തരത്തിലൊരു വീട് പണിയാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എന്തായാലും അത്തരത്തിലൊരു വീട് ഉണ്ടാവട്ടെ. വീട് പണിയുന്ന സമയത്ത് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം വീട് പണിയുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് ജാതകം പരിശോധിക്കണം. അതായത് ജാതകം പരിശോധിച്ച് വീട് പണിയാൻ യോഗമായ സമയമാണോ, അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് വീട് പണിയാം.
ജാതകം നോക്കി നിങ്ങളുടെ നല്ല സമയമാണ്, ജാതകം പ്രകാരം നല്ല സമയമാണ്. അതുപോലെ തന്നെ നമുക്കൊന്ന് പ്രശ്നം വെച്ച് നോക്കാം. ചിലപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ജാതകമുണ്ട്, ഇപ്പൊ ജാതകം ഇല്ലാത്ത ചിലരെയൊക്കെ സംബന്ധിച്ച് നമ്മൾ ആ സമയം അനുകൂലമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കബഡിയിൽ പ്രശ്നം വെച്ചു. കേരളീയമായിട്ടുള്ള ഒരു പ്രത്യേകതരം ജ്യോതിഷ സമ്പ്രദായമാണ് ഈ കബഡി പ്രശ്നം വയ്ക്കുക. ആ പ്രശ്നത്തിലൂടെ നമുക്ക് ആ പ്രസന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ സാഹചര്യങ്ങളും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, അനുകൂലമായിട്ടുള്ള അന്തരീക്ഷങ്ങൾ എന്തൊക്കെയാണ്, അതിനെന്തെങ്കിലും തരത്തിലുള്ള ദൈവാനുകൂല്യ കുറവുണ്ടോ, വേറെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ചില തടസ്സങ്ങളുണ്ടോ, ബാധകളുണ്ടോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിഞ്ഞതിന് ശേഷം അതിന് പരിഹാരം ചെയ്ത് നമുക്ക് മുന്നോട്ട് വരാം. അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും പേരും നാളും പറഞ്ഞ് നമുക്ക് പ്രശ്നം വെച്ച് നോക്കാം. ഗണപതി നമഃ, സരസ്വതി നമഃ, ദക്ഷിണാമൂർത്തേ നമഃ, സൂര്യാദി നമഃ, ഗ്രഹേഭ്യോ നമഃ, മേഷാദിരോ അർജുനാംബികായ നമഃ, ഭദ്രകാളി നമഃ, ആഞ്ജനേയായ നമഃ, ശരാനനം പരിത്തവർണം മഹാമണിന്റെ മയൂരവാഹനം ദശരഥം സുരസേനാഥം സദാഹം ശരണം പ്രപദ്യേ സുരക്ഷണം കുംഭമൂർധായേ നമ്മൾ അന്നൊരു ബുക്കിൽ കണ്ടില്ലേ ദേവഭൂമിയെ കുറിച്ച്. എന്താണ് സംശയം? എന്താണ് ഈ ദേവഭൂമി, എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നാണ് അയാൾ ചോദിക്കുന്നത്. ധാരാളം അഭ്യൂഹങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഈ വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് തന്നെ ധാരാളം നിലനിൽക്കുന്നുണ്ട്. അതിൽപ്പെട്ട അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഇങ്ങനെ ഈ അസുരഭൂമി, ദേവഭൂമി, അങ്ങനെ മറ്റു തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ധാരാളം കേൾക്കുന്നത്. ദേവാലയത്തിൻ്റെ അടുത്തുള്ള ഭൂമി അല്ലെങ്കിൽ ദേവൻ്റെ അടുത്തുള്ള ഭൂമി, അതൊക്കെ സാധാരണ ആ ഒരു വിവക്ഷയിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്, ദേവഭൂമി എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ അങ്ങനെ പറയുന്നത്. പക്ഷേ ഈ ദേവാലയത്തിന് തൊട്ട് ചേർന്നിരിക്കുന്ന ഭൂമിയിൽ നമുക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം സാധാരണ മനുഷ്യർക്ക് ഈ ദേവാലയത്തിന് തൊട്ടടുത്ത് ഏറ്റവും അടുത്തുള്ള ഭൂമിയിൽ താമസിക്കാൻ സാധ്യമല്ല, താമസിക്കാൻ പാടില്ല അവർ. അതുപോലെ തന്നെ ദേവാലയത്തിൻ്റെ അടുത്ത് വീട് പണിയുമ്പോൾ പാലിക്കപ്പെടേണ്ട ചില നിയമങ്ങളുണ്ട്, പൊതുവായിട്ടുള്ള നിയമങ്ങളുണ്ട്. അതായത് ആ നിയമങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ സ്ഥലത്ത് അങ്ങനെയുള്ള സ്ഥലം വാങ്ങി അവിടെ വീട് പണിയാൻ പാടുള്ളൂ. അതേസമയത്ത് തന്നെ ദേവാലയമൊക്കെ ഉള്ള സ്ഥലത്തെ ഗ്രാമത്തിലേ നമ്മൾ വീട് വെച്ച് താമസിക്കാൻ പാടുള്ളൂ എന്നും ഒരു നിയമമുണ്ട്. ദേവാലയം ഉണ്ടാവണം ആ ഗ്രാമത്തിൽ ദേവാലയം ഉള്ള ഗ്രാമത്തിലാണ് നമ്മൾ വീട് വെച്ച് താമസിക്കുന്നത്. കാരണം എല്ലാ പോസിറ്റീവ് എനർജിയും അവിടെ ആ സ്ഥലത്തുണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ ദേവാലയങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ താമസിക്കാൻ കൊള്ളില്ല എന്നൊക്കെ ഒരു പൊതുവായിട്ടുള്ള ഒരു സങ്കല്പമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. ഇങ്ങനെ ശരിയായിട്ടുള്ളതും തെറ്റായിട്ടുള്ളതുമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഈ വാസ്തുവിനെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. വളരെ പൗരാണികമായിട്ടുള്ള നമ്മുടെ ഒരു ശാസ്ത്രമാണെന്ന് നമ്മൾ പറയുമ്പോൾ പോലും ഇതിനെക്കുറിച്ച് ധാരാളം അഭ്യൂഹങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ ധാരാളം പരന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ പൗരാണികമായിട്ടുള്ള ശാസ്ത്രമാണ്. അതേസമയത്ത് തന്നെ അതിനെ തെറ്റായിട്ടുള്ള നിലയിൽ ഉപയോഗിക്കുകയും അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയില്ലാണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ധാരാളം സംഭവങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. സാർ, ഞങ്ങളൊരു ഭൂമി കണ്ടെത്തിയതിന് ശേഷം സാറിനെ വന്ന് കാണാം. അപ്പോൾ സാറ് തീർച്ചയായിട്ടും വരണം. തീർച്ചയായിട്ടും വരാം. എന്തായാലും നിങ്ങൾ വീട് പണിയാനെടുത്ത തീരുമാനം, ഭൂമി കണ്ടെത്തി ഭൂമി വാസ്തു പ്രകാരം താമസയോഗ്യമാണോ എന്ന് പരിശോധിച്ച് അവിടെ വീട് പണിയാം എന്ന് എടുത്ത തീരുമാനം ഏറ്റവും ഉചിതമായി. തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് ക്ഷണിക്കുന്ന സമയത്ത് പറയുന്ന ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് വന്ന് സ്ഥലം നോക്കി അതിൻ്റെ ഗുണദോഷങ്ങൾ പറഞ്ഞു. തനനാന താനേ തനനാന താനേ അയ്യോ, ഇവിടെ ആരുമില്ലേ? സാർ, ഇവിടെ ആരെ കാണുന്നില്ലല്ലോ. ഇതൊരു ഭാർഗവി നിലയം തന്നെ. തല പട്ടി, അയ്യോ സൂണ, ഓടണ്ട സൂണ. സാറേ, ഈ പട്ടി ഇപ്പം എന്നെ കടിച്ചു കൊന്നനെ. സ്ഥലത്തിൻ്റെ കാര്യം എന്തായി?
இந்த சூகணம் ஒரு தடவை சொன்னா 100 தடவை சொன்ன மாதிரி. ഒന്നല്ല 3 കിടിലം ഫ്ലോട്ടുകൾ. ഒന്ന് കടവന്തറയിൽ, ഒന്ന് പാലാരിവട്ടത്ത്, ഒന്ന് സുഭാഷ് നഗറിൽ. 3 കണ്ണായ സ്ഥലങ്ങളാണ്. സാറും ചേച്ചി വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട കൈ കൊടുക്കാം. നമുക്ക് ജേഷൻ സാറുമായിട്ടൊന്ന് സംസാരിക്കാം. അദ്ദേഹം യേസ് പറഞ്ഞ എനിക്ക് സമ്മതം. ആയിക്കോട്ടെ സാറേ, ചായ ഒന്നും വേണ്ട, ഞാൻ ഇറങ്ങുന്നു, വിളിച്ചാ മതി. സുഗുണ അവിടെ നിൽക്കി, ചായ കുടിച്ചിട്ട് പോ. നിക്ക് സൂണ. വേണ്ട ചേച്ചി വേണ്ട, ഒരു കോളത്തിട്ടുണ്ടേ. സാറ് പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. പിന്നെ പുരയിടത്തിൻ്റെ അങ്ങേയറ്റത്ത് ഒരു നാഗത്തറയുണ്ട്. അത് മാറ്റി സ്ഥാപിച്ചു തരാമെന്ന് പറഞ്ഞ് ഇന്നലെ ഒരാൾ വിളിച്ചിരുന്നു. സാർ, ഇതാണ് നാഗത്തറ. നാഗാരാധനയ്ക്ക് കേരളത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട്. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഐതിഹ്യ കഥയിലൊക്കെ നമ്മൾ പറയുന്ന പോലെ കേരളം സർക്കാരൊക്കെ പറയണ്ടല്ലോ, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന ദൈവത്തിലൂടെ ഉണ്ടായതാണ് നമ്മുടെ ഈ കേരളം. നമ്മുടെ ഐതിഹ്യ കഥ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം ഉണ്ടായത്, കടൽ മാറിക്കൊടുത്ത് ഉണ്ടായത്. അപ്പോൾ ആ കടൽ മാറിക്കൊടുത്തുണ്ടായിട്ടായിട്ടുള്ള ഈ ഭൂമി, പരശുരാമൻ താൻ ചെയ്ത കർമ്മത്തിൻ്റെയൊക്കെ പ്രായശ്ചിത്തമായിട്ട് ആ ഭൂമി ദാനം ചെയ്തു.